വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ തനുവിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനും മറക്കരുതേ. ഞാനിന്നലെ എൻ്റെ വീട്ടിലേക്ക് വിരുന്ന് വന്നു. അപ്പോൾ ഞാനാണിന്ന് രാവിലെ കളമിട്ടത് കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ മൂന്നാവണത്തിന് കളമിടും. നിങ്ങളുടെ നാട്ടിലൊക്കെ മൂന്നാവണത്തിന് കളമിടുമോ? അപ്പോൾ ഞാൻ സിറ്റ് ഔട്ടിലിട്ടു. അപ്പോൾ അമ്മ പറയും ഞാൻ മുറ്റത്ത് ഞാൻ കളമിട്ടോളാം പറഞ്ഞിട്ട് അമ്മ മുറ്റത്ത് കളമിട്ട് ആദ്യം മുതലേ മുറ്റത്താട്ടോ കളമിട്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ പരിസരവും പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരാൻ വിചാരിച്ചിട്ടാട്ടോ വീഡിയോ ഇട്ടത്. അപ്പോൾ ഇത് എൻ്റെ അമ്മ തൂക്കിയ ചെടിയാണ് കേട്ടോ. സിറ്റ് ഔട്ടിൽ ഇത് രണ്ടെണ്ണം, ഒന്ന് അപ്പുറത്തും ഒന്ന് ഈ സൈഡിലാട്ടോ അമ്മ ചെടി തൂക്കിയിട്ടുള്ളത്. ഇതിന് മണി പ്ലാന്റ് എന്നാണ് ഈ ചെടീനെ പറയുന്നത്. ഇതിങ്ങനെ കിടക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയല്ലേ കാണുമ്പോൾ തന്നെ. ഇത് വീട്ടിൽ വെക്കണ ഐശ്വര്യം എന്നൊക്കെ പറയലുണ്ട് കേട്ടോ. ഈ ചെടി വീട്ടിൽ പിന്നെ അതിൻ്റെ തൊട്ടപ്പം തന്നെ നമ്മൾ മണി പ്ലാന്റ് വേറെ ചെടി ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അതിൽ 10 മണി മണി പ്ലാന്റും കൂടെ ആയിട്ട് നമ്മൾ തൂക്കിയിട്ടുള്ളത്. ഇതൊക്കെ അമ്മ ചെയ്യുന്നത് കേട്ടോ. അമ്മക്ക് ചെടി തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികളോടുള്ള താല്പര്യം നമുക്ക് ഭയങ്കര കൂടുതലാട്ടോ. അങ്ങനെ അതിൻ്റെ താഴെ തന്നെ വേറെ ചെടി കുഴിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വെയിലത്ത് തട്ടിച്ചാൽ നല്ല വളരുമെന്ന് പറഞ്ഞു. അതിന് ഞാൻ തൈ വെച്ചിട്ട് നമുക്ക് തന്നിരുന്നു നല്ല പിടിക്കട്ടെ, എന്നിട്ട് തൈ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് അങ്ങനെ വെച്ച് കാട്ടത്. കൂട്ടും കൂടി നിൽക്കണം കാണാൻ ഭയങ്കര ഭംഗിയാണല്ലേ. നിലത്ത് നമ്മൾ മണി പ്ലാന്റ് നട്ടിട്ടുണ്ട്, ചെണ്ടുമല്ലി ഉണ്ട്, തുളസി ഉണ്ട്, അതുപോലെ തന്നെ റോസ് കൊമ്പ് കുഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ മുട്ടിട്ട് വരുന്നുള്ളൂ. പിന്നെ നമ്മൾ അമരക്ക ബാക്കിൽ വെച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പൂവിട്ട് ഇങ്ങനെ വരുന്നതേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിലൊക്കെ കായ ഇങ്ങനെ ഇട്ട് ചെറുതായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അമരക്കയുടെ വള്ളി മുകൾക്ക് കയറി പോയിട്ടുണ്ടേ. പിന്നെ അമ്മ ബാക്കിലൊരു പച്ചക്കറി തോട്ടം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ അവിടെ ചെണ്ടുമല്ലി ഉണ്ട്. ചെണ്ടുമല്ലി ഇട്ടത് അമ്മ പറയും ഞാൻ കടയിൽ നിന്നൊന്നും പൂവ് മേടിച്ചിട്ടില്ല, ഇവിടുത്തെ പൂവ് വെച്ചിട്ട് തന്നെയാണ് കളർ ഇട്ടിട്ടുള്ളത് പറഞ്ഞിട്ടോ. ഇവിടെ ചെണ്ടുമല്ലി ഉണ്ട്, ഓറഞ്ച് കളറുള്ളതൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. പിന്നെ റോസ് പൂവുണ്ട്. ഇത് കരിവേപ്പിൻ്റെ കേട്ടോ. ഇതിനമ്മ എന്തത് വളരാൻ കഞ്ഞിവെള്ളം ചെറുനാരങ്ങയും കൂടെ മിക്സാക്കിയിട്ടാട്ടോ ഒഴിച്ചു കൊടുക്കൽ. പിന്നെ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മളിവിടെ തന്നെ 5 കുമ്പളങ്ങ ഉണ്ടായി. 2 ഓണത്തിന് എടുത്തു പറഞ്ഞു. ഒന്ന് വലിയച്ഛൻ്റെ വീട്ടിലേക്കും കൊടുത്തു. ബാക്കി 3 ഇട്ടത്. ഒന്നിങ്ങനെ 2 മൂത്തിട്ടുണ്ട്. ഇത് വിത്തിന് വെച്ചിരിക്കാന്ന് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത് ഒന്ന് വിത്തിന് വെച്ചതാന്ന് കേട്ടോ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ പച്ചമുളക് കേട്ടോ. അത് ചുവന്ന് നിൽക്കുന്നുണ്ട്. അത് അമ്മ പറയാണ് അത് നമ്മൾ മോരിൽ മുക്കിയിടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണെന്ന് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ കറ്റാർവാഴയുണ്ട്. ഇതിൽ മാത്രമല്ല നമ്മൾ കറ്റാർവാഴ നട്ടിട്ടുള്ളത്. അതിൻ്റെ സൈഡിലൊക്കെ ഉണ്ട്. കറ്റാർവാഴ വെയിലത്ത് വെച്ചാലാണ് കൂടുതലായിട്ട് തളിച്ച് വളരാമെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കാന്താരി മുളകാണ് ഈ നിൽക്കുന്നത്. ഇത് ചുവന്ന കളറുള്ള കാന്താരി മുളകാട്ടോ. പിന്നെ ഇതൊരു വെള്ള കളറിലുള്ള ഒരു മുളകാണ്. ഇതിന് ഈ കളറിനെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് വലുതാവില്ല. ഈ ഒരു സൈസ് വലുപ്പം തന്നെ ഈ മുളകിനെ ഉണ്ടാവുള്ളൂ. പിന്നെ കഞ്ഞിക്കുറുക്കല ഉണ്ട്. ഇത് ചുവപ്പ് കളർ തെച്ചാട്ടോ. പിന്നെ ഷുഗർ ചീര, അതുപോലെ തന്നെ അരിനെല്ലിക്ക. അത് ഷുഗർ ചീര കേട്ടോ, നല്ല വലുതായിട്ടുണ്ട്. മഞ്ഞളുണ്ട്, മഞ്ഞളാട്ടോ ഇത്. ഷുഗർ ചീര. പിന്നെ അരിനെല്ലിക്ക സ്കൂളിൽ നിന്ന് നമുക്ക് കിട്ടൂലേ, ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നൊക്കെ നമുക്ക് നറുക്കി കിട്ടിയത് അരിനെല്ലിക്കൻ്റെ തയ്യാട്ടോ. അങ്ങനെ കുഴിച്ചിട്ടോ അത്. പിന്നെ ഇതൊക്കെ അമ്മേൻ്റെയാണ്. അമ്മ നട്ട് ഇതാക്കിയതാട്ടോ ചെടികളൊക്കെ. നല്ല ഭംഗിയല്ലേ ഈ പൂവിന് നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.